അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ സിസ്റ്റർ പവിത്രയായി വേഷം മാറി വന്നത് എന്റെ അമ്മ പത്മ തന്നെയാണെന്ന് ഞാൻ അച്ഛനോട് തുറന്നു പറയും. ഇറങ്ങടി ഇവിടുന്ന്. എന്റെ അമ്മ എങ്ങനെ തൊട്ട കൊന്നാളെ ഞാൻ. രാജു ചേച്ചിയോടല്ലേ പറഞ്ഞത് മാറിയിരിക്കാൻ. ഇനി ഒരു നിമിഷം പോലും ഋതികയുള്ള ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല. ചേച്ചിയും കുടുംബവും നിൽക്കണ്ട. ആ ശേഖരനും യാമിനിയും പിന്നെ ഇവർക്ക് പ്രിയപ്പെട്ടവരാണല്ലോ. അവർക്ക് എന്ത് വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ. എന്റെ പേരിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഇവൾക്ക് കൊടുത്തേക്കാം. ഒരു വാടക വീട്ടിലേക്ക് ഞാൻ മാറിക്കോളാം. ചേച്ചി വാ, ദീപക് അവന്റെ ഭാര്യയും എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. ചതിച്ചോ ദൈവമേ, ഞാൻ കുഴിച്ച കുഴിയില് ഞാൻ തന്നെ വീണോ? ഇനി വഴിയാതാരാവോ ദൈവമേ? ചേച്ചി എന്താ ആലോചിച്ച് നിൽക്കുന്നേ? ഇറങ്ങാൻ. നിക്ക് പ്രതാപ, ഞാനൊന്ന് പറയട്ടെ. ഇനി എന്ത് പറയാൻ? ഒന്നും പറയണ്ട, വാ ഇറങ്ങാൻ. നിക്ക് പ്രതാപ. നീ ഇന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആളാ. മുൻ മന്ത്രിയാ. അതിന് വാടക വീടൊക്കെ അന്വേഷിച്ച് നടന്ന നാട് മുഴുവൻ അറിയും. ചാനലായ ചാനൽ മുഴുവൻ വാർത്തയും ആവും. മുൻ ഭാര്യ വന്ന് മുൻ മന്ത്രി പ്രതാപവർമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുന്നായിരിക്കും ഇനി ന്യൂസ് പരക്കാൻ പോകുന്നത്. എന്ത് ന്യൂസ് പരന്നാലും സൂര്യമംഗലത്ത് പത്മാവതി ഈ വീട്ടിൽ നിന്ന് പോവാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് പോവാൻ ചേച്ചി. എന്തിനാ ഇവരുടെ മുമ്പിൽ നാണം കെട്ട് ജീവിക്കുന്നത്? ചേച്ചി വന്ന്. നിന്നോടല്ലേ പറഞ്ഞു നിൽക്കാൻ. ഇവളിവിടെ നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ. എടാ, ജീവിതത്തിൽ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ പല വെല്ലുവിളികളും ഉണ്ടായെന്ന് വരും. നമ്മള് അതിനെയൊക്കെ നേരിട്ടേ പറ്റൂ. ഇവരുടെ മുന്നിലെ നാണം കെട്ടാലും നാട്ടുകാരുടെ മുന്നിലെ നാണം കെടണ്ടല്ലോ. ആരും ആരുടെ മുന്നിൽ നാണം കെടണ്ട. പ്രതാപവർമ്മയെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ഞാൻ നിങ്ങളുടെ ശത്രുവാണെങ്കിലും എനിക്ക് നിങ്ങൾ ശത്രുവല്ല. എന്റെ അച്ഛന്റെ മാനസപുത്രനായിരുന്നു ഇദ്ദേഹം. അച്ഛൻ വരച്ചിട്ടതാണ് ഇദ്ദേഹത്തിന്റെ ചിത്രം എന്റെ മനസ്സിൽ. അതൊരു മനോഹരമായ പെയിന്റിംഗ് പോലെ എന്റെ മനസ്സില് മരണം വരെ കാണും. എന്റെ മകളെ ഈ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അംബിക എന്തൊക്കെ പറഞ്ഞു പരത്തിയാലും ഞാൻ ഒരു പുരുഷനെ സ്നേഹിച്ചിട്ടുള്ളൂ, ഒരു പുരുഷനെ സ്പർശിച്ചിട്ടുള്ളൂ. അത് നിങ്ങളെയാ, നിങ്ങളെ മാത്രം.
ഈ കുഞ്ഞിനെ നിങ്ങൾ വെറുക്കുക ഉപദ്രവിക്കുകയോ ചെയ്യരുത്. ഇവള് നിങ്ങളുടെ ചോരയാ. മോള് അച്ഛനോട് വഴക്കുണ്ടാക്കരുത്. അമ്മ ഇറങ്ങോ? അമ്മ എവിടെ നിന്ന് ഇറങ്ങിയ ആ നിമിഷം ഞാനും ഇവിടെ നിന്ന് ഇറങ്ങും. അമ്മ പോവരുത്. അമ്മയുടെ വീടായത്. അമ്മ ഇവിടെ തന്നെ ഉണ്ടാവണം. അമ്മ ഇവിടെ നിന്ന് പോരുത്. അമ്മ ഇവിടെ നിന്നാലേ ചിലരുടെ പെട്ടികൾക്ക് അവസാനത്തെ ആണി അടിക്കാൻ പറ്റൂ. എടാ, എന്നെ വെല്ലുവിളിച്ചേ ഈ അമ്മയ്ക്കും മോൾക്കും ഇവിടെ താമസിക്കാമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? പിന്നെ ഇരച്ചു കയറി വരുവാണല്ലോ. പ്രതാപവർമ്മയുടെ പെങ്ങളാണെന്ന ഒരു കൺസിഡറേഷൻ വച്ച ഈ ഔദാര്യം ഇനിയും മര്യാദകേട് പറഞ്ഞോ അമ്മയും മകനെയും മകന്റെ ഭാര്യയും ഞാൻ പുറത്താക്കും. അച്ഛന്റെ സപ്പോർട്ട് കൂടി ഞാൻ ഇല്ലാതാക്കുന്നത് കാണണോ? നീയേ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും പ്രതാപൻ എന്നോട് പിണങ്ങില്ല. ഹ, അതാ ഞാനും അവനും തമ്മിലുള്ള ബന്ധം. ആ ബന്ധം ഞാൻ ഇപ്പൊ പൊളിച്ചു തരാം. അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ സിസ്റ്റർ പവിത്രയായി വേഷം മാറി വന്നത് എന്റെ അമ്മ പത്മ തന്നെയാണെന്ന് ഞാൻ അച്ഛനോട് തുറന്നു പറയും. പാവപ്പെട്ട ഒരു മനക്കലെ പെണ്ണിനെയാണ് ഭീഷണിപ്പെടുത്തി സിസ്റ്റർ പവിത്രയാക്കി അച്ഛന്റെ മുൻപിൽ കൊണ്ടുവന്നതെന്ന സത്യം ഞാൻ അച്ഛനോട് തുറന്നു പറയും. അല്ല, ഇതിനൊക്കെ എന്താ തെളിവ്? ആ വീഡിയോ കഴിഞ്ഞ വിഷുവിന് ഞങ്ങളമ്മയ്ക്ക് വിഷുക്കൈനീട്ടവും അച്ഛൻ തന്ന സാരിയും കൊടുത്തത് നിങ്ങളൊരു വീഡിയോ ആക്കിയില്ലേ? അതിപ്പോ എന്റെ കയ്യിലുണ്ട് അംബികെ. ഇനി മറ്റൊരു തെളിവും കൂടിയുണ്ട്. നിങ്ങളും നിങ്ങളുടെ മകനും അവന്റെ അമ്മായി അച്ഛൻ അനന്തം പിള്ളയും ചേർന്ന് എന്റെ അച്ഛനെ ബോംബ് വെച്ച് കൊല്ലാൻ നോക്കിയില്ലേ? അതിന്റെ തെളിവും എന്റെ കയ്യിലുണ്ട്.